ദിവസവും രാത്രി എല്ലാ ദിവസവും മഴ പെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമുക്ക് ജോലിയാകാൻ പറ്റുള്ളൂ, നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആദായം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ക്യാമറ മാറ്റും, 2 ക്യാമറ മാറി ലൈറ്റില്ലേ ഇപ്പൊ കാണോ? ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് ഒന്ന് നിന്നതാണ്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ വയ്യ. ഏതായാലും ഇവിടെ വളരെ ഇടിവെട്ട് പരിപാടികളൊക്കെയാണ്. അധികം പരിപാടി എന്തിനാ, ഇവിടെ രഞ്ജിനി ഉണ്ടല്ലോ. രഞ്ജിനിയുടെ പരിപാടി തന്നെയാണ് ഏറ്റവും വലിയ പരിപാടി. പിന്നെ ഈ കലാഭവനെ നാദിർഷ ചെയ്യാത്ത പണിയില്ല. നാദിർഷ സകല പരിപാടിയും ചെയ്യും. അങ്ങനെ പല ആളുകളും പല സിനിമാ താരങ്ങളും ഒക്കെ ഈ ജോബിയുടെ സ്വാധീനം, ജോബി പലതും മാജിക് കാണിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും അങ്ങനെ ഒരു മാജിക്കിൽ വീണുപോയതാണ്. പക്ഷേ എന്നാലും നിങ്ങളെ കണ്ടപ്പോൾ മാജിക് ഇല്ലായിരുന്നെങ്കിലും ഞാൻ വന്നേനെ. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനും കഴിച്ചിട്ടില്ല. ആയാലും പരിപാടിയെ കണ്ട സമാധാനമായിട്ട് വയറ് നിറച്ച് പരിപാടി കാണുക, അപ്പോൾ വിശപ്പ് മാറും. നല്ല കലാപരിപാടികളാണ്. ഏതായാലും ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂളും പരിസരങ്ങളും ഒക്കെ വളരെ ശുദ്ധമായ നല്ല സഹൃദയരായ നിർമ്മലരായ നാട്ടിൻപുറത്തുകാരാണ് നിങ്ങളൊക്കെ എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് യാതൊരു പക്ഷഭേദമോ പാർട്ടിസിപ്പേറ്റ് അങ്ങനത്തെ ഒന്നുമില്ല. യാതൊരു പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. നല്ല ആളുകളെ സ്നേഹിക്കുന്ന നല്ല ആളുകളാണ് നിങ്ങളെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇനി കൂടുതൽ ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് ഈ കലാപരിപാടികളിൽ നിന്നുള്ള രസം കളയുന്നില്ല. ഞാൻ എല്ലാവർക്കും നല്ലത് നേരുന്നു. വീണ്ടും ഒരിക്കൽ കാണാം എന്നുള്ള വാഗ്ദാനത്തോടുകൂടി നന്ദി, നമസ്കാരം. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ കൂടെ ഇവിടെ എത്തി ഫാദറിന് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. ആരും ഓടരുത്. അപ്പൊ നമ്മളോട് കാണിച്ച സ്നേഹത്തിന് എല്ലാവരുടെ പേരും നന്ദി പറയുന്നു. എല്ലാവരും കൈയടിക്കുക. അപ്പൊ നമ്മുടെ കവറക്കാരെ കുറിച്ച് വളരെ അഭിമാനപൂർവ്വം പറഞ്ഞ് നമ്മൾ നല്ലവരാണ്, മിടുക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി കൈയടിച്ച് എല്ലാവരും പഴയ കലാപരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രഞ്ജിനി മാതൃകയിൽ മൈക്ക് കൊടുക്കുന്നു. താങ്ക് യു.